കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ഒരു ലോഡ്ജുണ്ട്. അവിടെ ഇക്കഴിഞ്ഞ നവംബർ 26 മലപ്പുറം വെട്ടത്തൂർ സ്വദേശി ഫസീല എന്ന യുവതി കൊല്ലപ്പെട്ടു. ഫസീലയുടെ ആൺസുഹൃത്ത് അബ്ദുൾ സനൂഫാണ് കൊലയാളിയെന്ന് പോലീസ് വളരെ വേഗം തന്നെ തിരിച്ചറിഞ്ഞു. അതിന് കാരണമുണ്ട്. ആ ലോഡ്ജിൽ മുറിയെടുത്തിരുന്നത് അബ്ദുൾ സനൂഫാണ്. എന്നിട്ട് ഫാസിലയെ വിളിച്ച് വരുത്തുകയായിരുന്നു സനൂഫ് ചെയ്തത്. ഒടുവിൽ അവർ എന്തോ ഒരു വിഷയത്തിൽ തർക്കം നടക്കുന്നു മുറിക്കുള്ളിൽ. തർക്കത്തെ തുടർന്ന് സനൂഫ് ഫസീലയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നു. എന്തിനായിരുന്നു ഈ കൊലപാതകം? ആ കഥ ഞാൻ പറയാം. അബ്ദുൾ സനൂഫ് മുമ്പ് സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായിരുന്നു. ഈ കാലയളവിൽ ഫസീലയുമായി ഇയാൾ അടുപ്പത്തിലാവുക മാത്രമല്ല, അത് ശാരീരിക ബന്ധത്തിലേക്ക് നീങ്ങുന്നു. പ്രണയം ബലാത്സംഗത്തിലേക്കും പീഡനത്തിലേക്കും നീങ്ങുന്നു. തുടർന്ന് ഫസീല അബ്ദുൾ സനൂഫിനെതിരെ പോലീസിൽ പരാതിപ്പെട്ടു. പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. ഏകദേശം 2.5 മാസക്കാലം അബ്ദുൾ സനൂഫ് ജയിലിൽ കഴിഞ്ഞു. അതിനുശേഷം ഇറങ്ങി വന്നതിന് ശേഷവും ഫാസിലയോട് ഇയാൾ പലതരത്തിൽ അടുക്കാൻ ശ്രമിച്ചു. പലപ്പോഴും അത് തട്ടിമാറ്റിയെങ്കിലും ഒടുവിൽ ഫസീല ഇയാളുടെ പ്രേരണയിൽ പ്രലോഭനങ്ങളിൽ വീണു. അതിനെ തുടർന്നാണ് ഈ ലോഡ്ജ് മുറിയിൽ നവംബർ 26 ലോഡ്ജ് മുറിയിലേക്ക് ഈ പെൺകുട്ടിയെ ഫസീലയെ ക്ഷണിക്കുന്നത്. മലപ്പുറം വെട്ടത്തൂർ സ്വദേശിയാണ് ഫസീല. ഇയാൾ തൃശ്ശൂർ സ്വദേശിയാണ് അബ്ദുൾ സനൂഫ് എരഞ്ഞിപ്പാലത്ത് ഹോട്ടലിൽ ലോഡ്ജിൽ മുറിയെടുത്ത ശേഷം ഫസീലയെ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നു. പറഞ്ഞതെന്താണ്? ഒരേ ഒരു കാര്യം മാത്രം: ആ ബലാത്സംഗ കേസ് പിൻവലിക്കണം, ഈ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തരണം. ബലാത്സംഗ കേസ് പിൻവലിച്ച് ഈ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തന്നാൽ ഒരുപക്ഷെ വിവാഹ വാഗ്ദാനം നൽകിയിരിക്കാം, അല്ലെങ്കിൽ വിവാഹം ചെയ്യാമെന്നും സനൂഫ് ആ യുവതിക്ക് വാഗ്ദാനം ചെയ്തിരിക്കാം. ഇത് പോലീസ് കൃത്യമായ ചോദ്യം ചെയ്യൽ നടക്കുന്നതേ ഉള്ളൂ. ഇതുവരെ കൃത്യമായ മൊഴികൾ ലഭിച്ചിട്ടില്ല. ഈ വാഗ്ദാനം നടത്തിയിട്ടുണ്ടോ? യുവതിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം സനൂഫ് സ്വന്തം കാറിൽ പാലക്കാടേക്ക് പോകുന്നു. പാലക്കാട് വെച്ച് കാർ ഉപേക്ഷിക്കുന്നു. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. അതിനുശേഷം ഇയാൾ ഇൻ്റർസിറ്റി ട്രെയിനിൽ കയറി ബംഗളൂരുവിലേക്ക് പോകുന്നു. ഇതൊക്കെ പോലീസ് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അവിടെയാണ് ഓപ്പറേഷൻ നവംബർ എന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പോലീസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഓപ്പറേഷൻ്റെ പേര് തന്നെ ഓപ്പറേഷൻ നവംബർ എന്നാണ്. ഫാസില കൊലക്കേസിൽ അബ്ദുൾ സനൂഫിനെ പിടിക്കാൻ വേണ്ടി പോലീസ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ നവംബർ. അതിന് നേതൃത്വം കൊടുത്തത് കോഴിക്കോട് കമ്മീഷണർ ടി നാരായണൻ, അതുപോലെ തന്നെ നടക്കാവ് ഇൻസ്പെക്ടർ എൻ പ്രജീഷ് ആയിരുന്നു ഈ സ്ക്വാഡിൻ്റെ തലവൻ. അവർ 3 സ്ക്വാഡുകളായി തിരിഞ്ഞു. അന്വേഷണ മികവുള്ള ഉദ്യോഗസ്ഥരെ ടീമിൽ ഉൾപ്പെടുത്തി 3 സ്ക്വാഡുകളായി. ഒരു സംഘം തമിഴ്നാട് കേന്ദ്രീകരിച്ച് അന്വേഷിച്ചു, ഒരു സംഘം കർണാടക കേന്ദ്രീകരിച്ച്, ഒരു സംഘം കേരളം കേന്ദ്രീകരിച്ച്. അങ്ങനെ 3 സംസ്ഥാനങ്ങളിലായിരുന്നു അന്വേഷണം. 26 കൊലപാതകം. ഇന്ന് 1 ആകുന്നതേ ഉള്ളൂ. 5 ദിവസം മുമ്പാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളത് നമ്മളെ ഞെട്ടിക്കുന്ന സംഭവമാണ്. ഈ 5 ദിവസത്തിനുള്ളിൽ തന്നെ പ്രതിയെ ഇവർ ട്രാക്ക് ചെയ്തു, അറസ്റ്റ് ചെയ്തു. അതെങ്ങനെയാണ് പറയാം. ഇയാൾ ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ, അതായത് ഈ യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം അതേ നിമിഷം തന്നെ ഇയാൾ ആദ്യം ചെയ്തത് താടിയും മീശയൊക്കെ വടിച്ചു. അതായത് രൂപം മാറി. ഇപ്പോൾ CCTVയിൽ ഒരു വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ താടിയും മുടിയുമുണ്ട്. ഇപ്പോൾ മറ്റൊരു സ്ഥലത്ത് കാണുമ്പോൾ താടിയും മുടിയും ഇല്ല. അപ്പോൾ ആൾമാറാട്ടം കൃത്യമായി ഇയാൾ നടത്തി. അതിനുശേഷം ഓരോ മണിക്കൂർ ഇടവിട്ട് ഇയാൾ ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. അതായത് CCTV ദൃശ്യത്തിൽ ഒരു ഡ്രസ്സ് പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇയാൾ കുപ്പായം മാറും. അങ്ങനെ ബംഗളൂരുവിൽ മുറിയെടുത്തു. ബംഗളൂരുവിലെത്തി അവിടെ മുറിയെടുത്ത് അവിടെ ഇരുന്ന് ഇയാൾ കണ്ടതാണെങ്കിലോ ടെലിവിഷനിൽ വരുന്ന ക്രൈം ഷോകളാണ്, യൂട്യൂബിൽ പോയ ക്രൈം വാർത്തകളാണ്. കാരണം ഒന്നുകിൽ തെളിവുകൾ നശിപ്പിക്കുന്നത് എങ്ങനെ രക്ഷപ്പെടാമെന്ന് കണ്ടെത്താനാകാം യൂട്യൂബിൽ സെർച്ച് ചെയ്തത്. മറ്റത് കാണുന്നത് വാർത്തകൾ നിരന്തരം കണ്ട് ഇരിക്കുന്നത് ഈ കേസിൻ്റെ അപ്ഡേറ്റ് അറിയാൻ. അപ്പോൾ ഇയാൾക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചു എന്നറിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഇത് ബംഗളൂരിൽ ധാരാളം മലയാളികളുണ്ടല്ലോ, ചെന്നൈയിലും മലയാളികളുണ്ട് എങ്കിൽ പോലും ബംഗളൂരിൽ ധാരാളം മലയാളികളുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ഈ ലുക്കൗട്ട് നോട്ടീസ് ആരെങ്കിലും കണ്ടാൽ താൻ പിടിക്കപ്പെടും എന്ന് ഉറപ്പായതുകൊണ്ട് കർണാടകയിലെ ഒരു ഗൗഡയുടെ സ്വാധീനം ഉപയോഗിച്ച് അയാളുടെ പേരിൽ ഒരു സിം കാർഡ് തരപ്പെടുത്തുന്നു. എന്നിട്ട് അവിടെ നിന്ന് നേരെ ചെന്നൈയിലെ ആവടിയിലേക്ക് തീവണ്ടി കയറുന്നു. ആലോചിച്ച് നോക്കുക. കേരള പോലീസ് ഇയാളുടെ മൊബൈൽ പാലക്കാട് വെച്ച് ഓഫാകുന്നു, കാറ് കണ്ടെത്തുന്നു. അതിനുശേഷം പോലീസ് നോക്കുമ്പോൾ മൊബൈൽ ഓണാകുന്നത് എവിടെ വെച്ചിട്ടാണ്? ബംഗളൂരിൽ വെച്ചിട്ടാണ്. ഇത് സൈബർ സെൽ കൃത്യമായി ഇയാളെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇയാളെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ സൈബർ സെല്ല് അന്വേഷണ സംഘത്തെ അറിയിച്ചു ഇയാൾ ബംഗളൂരുവിലുണ്ട്. അവിടെ എത്തുമ്പോഴേക്കും ഇയാൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞു. പിന്നെ പോകുന്നത് ചെന്നൈയിലേക്ക് ഇയാൾ പോയ ശേഷം നമ്മുടെ സാധാരണ കോൺടാക്ട് കോളിലല്ല ഇയാൾ ആരെയും വിളിക്കുന്നതോ അല്ലെങ്കിൽ കാണുന്നത്. ഇയാൾ വാട്സപ്പ് കോളുകളാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അതിനകത്ത് ട്രാക്ക് ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടാകും, വാട്സപ്പും ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് വിളിക്കുമ്പോൾ. അപ്പോൾ ഇൻ്റർനെറ്റിലൂടെയാണ് ഇയാളുടെ ബാക്കി കമ്മ്യൂണിക്കേഷനൊക്കെ നടന്നിരുന്നതുകൊണ്ട് ചില പ്രതിസന്ധി ഉണ്ടായെങ്കിലും ഇയാളുടെ ഫോൺ ലൊക്കേഷൻ കണ്ടെത്തുന്നതിൽ സൈബർ സെല്ല് വിജയിച്ചു. അങ്ങനെയാണ് ആവടിയിലെ ലോഡ്ജിൽ നിന്ന് ഇയാളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുന്നത്.
കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം ഇയാളെ പിടിച്ചു. ചൊവ്വാഴ്ച കൊലപാതകം നടത്തി വെള്ളിയാഴ്ച വൈകിട്ട് ഇയാളുടെ കയ്യിൽ കയ്യാമം വയ്ക്കാൻ കേരള പോലീസിന് കഴിഞ്ഞു. അതങ്ങനെ ഓപ്പറേഷൻ നവംബർ എന്ന ആ ഓപ്പറേഷൻ്റെ സക്സസ് ആണ്. ആ ടീം വർക്കിൻ്റെ പ്രത്യേകത കൊണ്ടും അവരുടെ കരളുറപ്പ് കൊണ്ടും ഒന്നുകൊണ്ട് മാത്രമാണ് ഇയാളെ പെട്ടെന്ന് തന്നെ കൊടുക്കാൻ കഴിഞ്ഞത്. ചെന്നൈയിലെത്തിയ ഇയാൾ രൂപം മാറിയല്ലോ, ഓരോ തവണയും വേഷം മാറിയല്ലോ, താൻ പിടിക്കപ്പെടില്ല എന്ന തരത്തിലായിരുന്നു ലോഡ്ജിൽ താമസിച്ചിരുന്നത്. വ്യാഴാഴ്ചയാണ് ചെന്നൈയിൽ റൂമെടുത്തു. പിറ്റേ ദിവസം വൈകുന്നേരം വരെ ഇയാൾ അവിടെ തന്നെ തുടർന്നു. അപ്പോഴും ഇയാൾ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അപ്ഡേറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സൈബർ സെൽ കൃത്യമായി ഇയാളുടെ ടവർ ലൊക്കേറ്റ് ചെയ്തു, ഈ ലോഡ്ജിലുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം പോലീസ് സംഘം ഈ ലോഡ്ജ് വളഞ്ഞു, ആ വഴിയിലെ ലോഡ്ജ് വളഞ്ഞ ശേഷം ഇയാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് ഇയാൾ യൂട്യൂബിലൂടെ, അതായത് ഹോട്ടൽ മുറിയിലെ ടി-വിയിൽ യൂട്യൂബിലൂടെ ക്രൈം ഷോ കണ്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇൻസ്പെക്ടർ എൻ പ്രജീഷിൻ്റെ ആ സ്ക്വാഡ് കൃത്യമായി പ്രവർത്തിച്ചു. ടി നാരായണൻ അദ്ദേഹത്തിൻ്റെ IPS ഓഫീസറുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് കൃത്യമായ ഓപ്പറേഷൻ നവംബർ. അതുകൊണ്ട് തന്നെ പ്രതിയെ കൃത്യമായി പിടിക്കാൻ കഴിഞ്ഞു. ഇയാളെ പിടിച്ച ഉടനെ തന്നെ ഇയാൾ സത്യസന്ധമായ കാര്യം പറയും. എന്തിനായിരുന്നു കൊലപാതകം? അയാൾ പറഞ്ഞു, തൻ്റെ പേര് വലിച്ചഴിച്ചു പീഡനക്കേസിൽ. താനവളെ പ്രണയിച്ചിരുന്നു, പ്രണയം ശാരീരിക ബന്ധത്തിലേക്ക് നീങ്ങി, പക്ഷേ അത് പീഡനമായി ചിത്രീകരിച്ച് പോലീസിൽ പരാതി കൊടുത്തു. അതിലെനിക്ക് വൈരാഗ്യമുണ്ടായിരുന്നു. അത് പറഞ്ഞു തീർക്കാനെന്ന വ്യാജേനയാണ് ഈ പെൺകുട്ടിയെ ഞാൻ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത്. ഹോട്ടലിൽ വിളിച്ചു വരുത്തി ഞാൻ ഇവരോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇവർ കയർത്തു, എന്നെ എതിർത്തു. അതെനിക്ക് വൈരാഗ്യവും ദേഷ്യവും ഇരട്ടിപ്പിച്ചു. അതുകൊണ്ടാണ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതും ഞാൻ ഒളിവിൽ പോയതും എന്നായിരുന്നു ഇയാളുടെ മൊഴി. ആലോചിച്ച് നോക്കുക. സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വായിച്ചിട്ട് ആളുകളിടുന്ന കമൻ്റാണ് പ്രധാനം. ആളുകൾ പറയുന്നു, ഒന്നൊഴിയാതെ പറയുന്നു, ഈ പെൺകുട്ടി തന്നെ പീഡിപ്പിച്ച യുവാവ്, തന്നെ ബലാത്സംഗം ചെയ്ത യുവാവ്, അയാൾ വിളിച്ചപ്പോൾ എന്തിന് ആ ലോഡ്ജ് മുറിയിലേക്ക് പോയി? സ്വയം പോയി അപകടത്തിലേക്ക് ചാടിയതല്ലേ ഫസീല എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഫസീല ഇന്ന് ജീവിച്ചിരിപ്പില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്കും സംശയിക്കേണ്ടി വരും. ഈ പീഡനക്കേസിലെ പ്രതിയായ അയാൾ വിളിക്കുമ്പോൾ, ഒരിക്കൽ പീഡിപ്പിച്ച് നോവിച്ച ഒരാൾ തന്നെ വിളിക്കുമ്പോൾ എന്തിന് ആ യുവതി അങ്ങോട്ട് കടന്നു ചെന്നു? ആ ക്രൂരൻ്റെ ഉള്ളിലെ ക്രൂരത ഒരിക്കൽ തിരിച്ചറിഞ്ഞ വ്യക്തി അയാൾ പ്രലോഭനങ്ങളിൽ വീഴ്ത്തിയപ്പോൾ വീണ്ടും ആ പ്രലോഭനങ്ങളിൽപ്പെട്ട അപകടത്തിലേക്ക് എടുത്തു ചാടിയതിനെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വിമർശന ബുദ്ധിയോടുകൂടി ഈ പെൺകുട്ടി അപകടം ക്ഷണിച്ചു വരുത്തി എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഏതായാലും കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട്.